അപ്പോഴേ ഞാൻ ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ മുൻപേ കൂത്ത് വെച്ച പച്ചരിയാണ് എടുത്ത് കഴുകുന്നത്. 1/2 കിലോ ഉണ്ട്. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇടുക. ഒരു 3-4 പ്രാവശ്യം കഴുകണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് മിക്സിയിലേക്ക് ഇടുകയാണ്. വെള്ളം ഒന്നും വേണ്ട. നമ്മൾ അതിനായിട്ട് വെള്ളത്തിനായിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം അരി മാത്രമായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി തണുപ്പിച്ച് വെച്ചിരുന്നില്ല നേരത്തെ. അപ്പോൾ അത് അതിലേക്ക് ഒഴിക്കുക. ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. പക്ഷെ ഞാൻ ഇതിന് 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് അതിലേക്കൊരു 2 പഴം, തേങ്കാളി പഴം അല്ലെങ്കിൽ പാളയംകോടൻ പഴം അതുണ്ടെങ്കിൽ 2 പഴം ഇട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സ്പൂണ് മൈദ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ഉണ്ണിയപ്പത്തിന്. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി. അത് കഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. കാരണം എല്ലായിടത്തും അത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കൈയിട്ട് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര ശരിയാവത്തില്ല. അതുകൊണ്ട് മിക്സിയിൽ നിന്നിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. അപ്പം നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഞാൻ ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ലേ. ഈസ്റ്റ് ഇല്ലാതെ നമുക്കൊരു 4-5 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഈസ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം ഞാനിത് രാത്രിയിലൊരു 11:30 ആയപ്പോഴാണ് ഇത് ശരിയാക്കി വെച്ചത്. അപ്പോൾ നമ്മളത് കൈയും കൂടെ ഇട്ട് കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി വയ്ക്കണേ. ആ കൈ കൊണ്ട് ഒന്നുകൂടെ മിക്സാക്കി വയ്ക്കുന്ന ഉടനെ നമുക്ക് പിന്നെ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 5 മണിക്കൂർ അത് വയ്ക്കുന്നുണ്ട്. ഒരു 5 മണിക്കൂർ വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തിട്ടുവാണ്. തേങ്ങാക്കൊത്ത് അതുപോലെ നമ്മുടെ എള്ളും നെയ്ക്കകത്ത് വറുത്തിടണം. നെയ്ക്കകത്തിൽ വറുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷമാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണേ. മാവ് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇതിങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പ പാത്രം ഗ്യാസിലേക്ക് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ആ മിക്സ് ചെയ്യുന്നതില്ല അതിൻ്റെ ഇതിരിക്കുന്നത്. നമ്മൾ ഉണ്ണിയപ്പ പാത്രം അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചു. അത് കഴിഞ്ഞ് ഉണ്ണിയപ്പ പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത്, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഓരോ സ്പൂൺ വീതം ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പം
അപ്പോൾ അത് മറിച്ചിടാനായിട്ട് നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് മറിക്കുന്നതിനേക്കാട്ടിലും ഞാനൊരു നമ്മുടെ ചെറിയൊരു കമ്പ് കൊണ്ടാണ് അത് മറിച്ചിടുന്നത്. അപ്പം അതിന് വലിയൊരു കുഴപ്പമില്ലാതെ നമുക്കത് മറിച്ചിടാൻ പറ്റും. സ്പൂൺ കൊണ്ടൊക്കെ മറിച്ചിടുന്നതിലേക്കാട്ടിലും നല്ലത്. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പം മറിച്ചിട്ട് നോക്കിക്കേ, ഈസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒത്തിരി അങ്ങ് ഗ്യാസ് കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ സ്പൂൺ മാവിൻ്റെ ആവശ്യമുള്ള, ഒത്തിരി അങ്ങ് അകക്കെ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു അളവിലുമാണ് ഇത് നമ്മുടെ വാട്ടർ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ എല്ലാം ചുട്ട് എടുത്ത് കഴിയാറായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഈസ്റ്റ് ഇടാതെ. അപ്പം നമ്മളുടെ ഉണ്ണിയപ്പം ഈ രീതിയിലേക്ക് ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ബായ്.